ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് സ്റ്റഡി. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. പക്ഷേ അത് എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഞാൻ രാവിലെ പതിവ് പോലെ തന്നെ 8 മണിയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത്. അതിനുശേഷം മോർണിംഗ് റുട്ടീനും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാനിപ്പോൾ കുറച്ച് ഡേയ്സായിട്ട് രാവിലെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്രീൻ ടീ കുടിച്ചിട്ടാണ്. ഗ്രീൻ ടീ നമ്മുടെ ഹെൽത്തിനും ഒക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ ഗ്രീൻ ടീ കുടിച്ച് തന്നെയാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റഡി ടിപ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ലേസി ഫീലിംഗ് ആണ് കേട്ടോ. കാര്യങ്ങളൊന്നും അത്ര പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. എങ്കിലും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കോഴിക്കട്ടയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ്. അതൊക്കെ കഴിഞ്ഞു ഫ്രഷായി ബെഡിൽ ഷീറ്റ് മാറ്റാനായിട്ട് സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷീറ്റ് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കിതിന് മുമ്പ് ഒരു ഷീറ്റായിരുന്നു കേട്ടോ കുറച്ചുകൂടെ ഇഷ്ടം. ഇത് കുഴപ്പമില്ല, എങ്കിലും അത് കുറച്ചുകൂടെ കളർഫുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്തു. ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റൂമിലൊരു വലിയൊരു ഡിഫറൻസ് പോലെ ഫീൽ ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ടേബിളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം. കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളിങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ചെയ്ത് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് സ്കിൻ കെയർ ആണ്, വേറെ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ലാക്ടോ കലാമിൻ്റെ ഒരു ഫേസ് ലോഷൻ ഉണ്ട്. അത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പിമ്പിൾസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതാണെന്ന് തോന്നുന്നു. എനിക്ക് വലിയ കുഴപ്പമില്ല അത് യൂസ് ചെയ്തിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പുറത്തൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത്, ഓക്കെ നമുക്ക് വാളിൽ എന്തെങ്കിലും ഒരു ഡെക്കോർ പോലെ ചെയ്യാമെന്ന്. ഡെക്കോർ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി അവിടെ ഒരു ഗ്രിഡിൻ്റെ ഒരു സംഭവം ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ സൈഡിലേക്ക് മാറ്റി. ഇനി അവിടെ വേക്കൻ്റ് ആയിട്ടുള്ളൊരു സ്പേസിൽ എന്തെങ്കിലും വാളിൽ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിലൊരു സംഭവം ഉണ്ട്. ഒരു ബ്രൗൺ പേപ്പറിൽ ഇങ്ങനെ കുറച്ച് പേപ്പർ കട്ടിങ്സൊക്കെ പോലെ സ്റ്റിക്ക് ചെയ്ത് ഒരു സംഭവം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പഴയൊരു ചിൽഡ്രൻസ് ഡൈജസ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തലേ ദിവസം എടുത്ത് അത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ നല്ല നല്ല വേർഡ്സൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഫോണ്ട് സ്റ്റൈലിലും ഒക്കെ ആയിട്ട്. അപ്പം ആ കാര്യം ഞാനത് ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ നമുക്ക് ഇന്ന് ആ ഒരു സംഭവം ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു ചാർട്ട് പേപ്പർ ഉണ്ടായിരുന്നു, ബ്രൗൺ കളർ. ചാർട്ട് പേപ്പർ എന്ന് പറയാൻ പറ്റില്ല, അതിലും കുറച്ചുകൂടി കട്ടിയുള്ള ഒരു കൈൻഡ് ഓഫ് പേപ്പറാണ്. അതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ നേരത്തെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൈസിലല്ലായിരുന്നു വേണ്ടത്. അതുകൊണ്ട് തന്നെ അതൊന്നുകൂടെ കട്ട് ചെയ്ത് എനിക്ക് വേണ്ട ആ ഒരു വോളിൽ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ആ ഒരു സൈസിൽ ഞാനത് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു മാഗസീനിൽ നിന്ന് കീറി എടുത്തിട്ടുള്ള കുറച്ച് കളർഫുൾ പേപ്പേഴ്സാണിത്. ഇത് അത്യാവശ്യം നല്ല പിക്ചേഴ്സാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് യൂസ് ചെയ്യാമെന്ന്. ഇനി നമുക്ക് വേണ്ട വേർഡ്സ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം നല്ല വേർഡ്സൊക്കെയുള്ള, നല്ല ഫോണ്ട് സ്റ്റൈലിലൊക്കെയുള്ള വേർഡ്സുള്ള പേജസും പിന്നെ അതുപോലെ നല്ല പിക്ചേഴ്സുള്ള പേജസൊക്കെയാണ് ഞാനിപ്പം കീറി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ പഴയ എന്തെങ്കിലും മാഗസീൻസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു സംഭവം ഉണ്ടാക്കാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പണ്ടൊന്നും എൻ്റെ കയ്യിലിരുന്ന് വെറുതെ എടുത്തു വെച്ചിരുന്ന ബുക്കാണ്. ഇപ്പം അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് നല്ല നല്ല വേർഡ്സൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചെയ്തു തുടങ്ങുമ്പം ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ആ ചെയ്തു വരുന്ന അനുസരിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. അത് വെച്ചാണ് നമ്മൾ പിന്നെ ഓരോരോ കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വേർഡ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കോഡ്സൊക്കെ നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വേർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ള ഒരു റാൻഡം പാറ്റേണിൽ ഇതിനെ അറേഞ്ച് ചെയ്യാം.
മാഗസിനിന് കട്ട് ചെയ്തെടുത്ത ആ ഒരു പേപ്പർ പീസസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് വന്നത്. ഇനിയും കുറച്ച് സ്പേസസ് വേക്കൻ്റ് ആയിട്ടുണ്ട്. അവിടെ എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കർ ബുക്കിലെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസസ് ഉണ്ടല്ലോ, അപ്പം നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് തോന്നി. അവിടുത്തെ ഇതുപോലെ എ ഡേ ഫുൾ ഓഫ് മൈൻഡ്ഫുൾനെസ്, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ, അങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമ്മളതവിടെ ഹാങ് ചെയ്തിട്ടാണ്. അപ്പം ഈ സംഭവം ഇത്രേ ഉള്ളൂ. എനിക്കൊന്ന് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് തോന്നി. അങ്ങനെ ക്രാഫ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പം റൂമിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു, ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പഴയ പോലെ വൃത്തിയായിട്ട് വെക്കണം. ഞാൻ ബാക്കി വന്ന പേപ്പേഴ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമ്പം യൂസ് ചെയ്യാമല്ലോ. നല്ല പേപ്പേഴ്സൊക്കെ ആയിരുന്നു, അപ്പം അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ടൗൺ വരെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും ഒരുപാട് എടുത്തില്ല. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടൗണിൽ പോയി മേടിച്ച ഐറ്റംസ്. കുറച്ച് ഓട്സ്, മ്യൂസ്ലി, പീനട്ട് ബട്ടർ, അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ്, ഇത്തരം ഐറ്റംസൊക്കെയാണ് നമ്മൾ പോയി മേടിച്ചത്. ഞാൻ മെയിനായിട്ടും ഓട്സ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഓട്സ് മേടിച്ചത്. ഒരു ഡേയിൽ ഒരു ടൈമെങ്കിലും ഓട്സ് കൊണ്ടുള്ള ഒരു ഫുഡ് ഐറ്റം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഇതൊക്കെ മേടിച്ചിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടിയാണ്. വേറൊന്നുമല്ല, എൻ്റെ കയ്യിലുള്ള പ്ലാന്റ് പോട്ട്സിൻ്റെ ഒക്കെ ഒന്ന് കളറ് ചേഞ്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ കുറേ നാളായിട്ട് ഇത് ഈ ഒരു കളർ തന്നെയാണ്. അപ്പം ഒരു ചേഞ്ച് വേണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ഒന്നുകൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് കളേഴ്സൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ മെയിനായിട്ടും പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈയിടെയായിട്ട് പേസ്റ്റൽ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒരു പേസ്റ്റൽ യെല്ലോ ഷെയ്ഡാണ് ഉണ്ടാക്കുന്നത്, വൈറ്റും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട്. ഈ പ്ലാന്റ് പോട്ടായിട്ട് വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ തന്നെ വീട്ടിലെ അമ്മ യൂസ് ചെയ്യാതെ എടുത്ത് വെച്ചിരുന്ന പാത്രങ്ങളാണ്. അപ്പം അതൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് അതിൽ പ്ലാന്റ് നട്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് റാൻഡമായിട്ട് വരുന്ന ഒരു പാറ്റേൺസൊക്കെയാണ് അതിൽ വരച്ചു കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. യെല്ലോയുടെ കൂടെ വേറൊരു കളറും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കളർ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും ജസ്റ്റ് യെല്ലോ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്ലാന്റ് പോട്ടിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ റൂമിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതും ഞാനൊരു ചെറിയ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള കുറച്ച് സമയം ഞാനിങ്ങനെ പുറത്ത് സ്പെൻഡ് ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് ഒരു ഡേയിൽ ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ് ഈവനിങ് ടൈം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നടന്നു. ഇനി നമ്മൾ ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്സ് സ്മൂത്തിക്കുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 15 മിനിറ്റ്സ് ഓട്സ് സോക്ക് ചെയ്തിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഓട്സ് മാത്രം സോക്ക് ചെയ്താൽ മതിയായിരുന്നു. ഈ മ്യൂസ്ലി സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു. അപ്പം അത് ഞാൻ ജസ്റ്റ് സോക്ക് ചെയ്തിട്ടു. അപ്പോൾ നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്സ് മാത്രം ഒരു 15 മിനിറ്റ്സ് സോക്ക് ചെയ്തിടുക. ഇനി സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. പക്ഷേ എനിക്കിവിടെ ആപ്പിൾ ഇഷ്ടമല്ല. പക്ഷേ ഞാൻ ആപ്പിൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരു സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴേ ഞാൻ ആപ്പിൾ കഴിക്കുള്ളൂ. ഇനി സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മിക്സിയിലേക്ക് കുറച്ച് ബ്രൂ ഇൻസ്റ്റൻറ്റ് പൗഡറും അതുപോലെ തന്നെ ഐസ് ക്യൂബ്സ്, ഹണി, പീനട്ട് ബട്ടർ, പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഓട്സ്, കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആപ്പിളിൻ്റെയും ബനാനയുടെയും പീസസ് നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊരു ഗ്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കുകയാണ്. ഇത്രയും ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ടോപ്പിൽ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്മൂത്തി റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.